തിരുവനന്തപുരത്ത് വിദേശത്തു നിന്ന് വന്നയാളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഇന്ന് രാവിലെയാണ് സംഭവം. വിമാനത്താവളത്തിൽ നിന്നും ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോകലുണ്ടായത്. സ്വിഫ്റ്റ് കാറിലെത്തിയ 3 പേരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് അറിയിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എന്തായിരുന്നു സംഭവം? രോഹിണി, ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ തമിഴ്നാട് സ്വദേശി വിമാനത്താവളത്തിന് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിക്കുന്നു. ഓട്ടോയ്ക്കകത്ത് കയറി ഇയാളെ ഹോട്ടൽ മുറിയിലേക്ക് ആക്കാനായി കൊണ്ടുപോകുമ്പോഴാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിൽ വെച്ച് ഒരു സ്വിഫ്റ്റ് കാർ ഈ ഓട്ടോയെ ഫോളോ ചെയ്ത് വരുന്നു. അതിനുശേഷം ഓട്ടോ തടഞ്ഞു നിർത്തിയതിനു ശേഷം സ്വിഫ്റ്റ് കാറിൽ നിന്ന് 3 പേർ ഇറങ്ങി ഇയാളെ വലിച്ചു പിടിച്ച് ഈ കാറിനകത്തേക്ക് ഇട്ട് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഓട്ടോ ഡ്രൈവർ ഈ സംഭവം പോലീസിനെ അറിയിക്കുകയായിരുന്നു. നിലവിൽ പ്രാഥമിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഓട്ടോ ഡ്രൈവറെയും പോലീസ് ഇപ്പോൾ കൂടുതൽ മൊഴിയെടുക്കുന്നതായി കൊണ്ടുപോയിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. നിലവിൽ ഇപ്പോൾ വഞ്ചൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഒരാളെ തട്ടിക്കൊണ്ടു പോവുകയും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾ പുറത്തു വരികയും ചെയ്യുന്നതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ടിൻഡു, പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ. പ്രാഥമികമായ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ കള്ളക്കടത്ത് സംഘങ്ങളാണോ ഇവർ എന്നുള്ള രീതിയിലുള്ള സൂചനകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? നിലവിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുരോഗമിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ? ഈ തട്ടിക്കൊണ്ടുപോയ തമിഴ്നാട് സ്വദേശി, അല്ലെങ്കിൽ അദ്ദേഹം തമിഴാണ് സംസാരിച്ചിരുന്നതെന്നാണ്, തമിഴ്നാട് സ്വദേശിയാണ് ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശി എന്നുള്ള വിവരം ആ ഒരു ഭാഷയിലൂടെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണോ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ തന്നെ ഓട്ടോ ഡ്രൈവറെ മാധ്യമപ്രവർത്തകർ എത്തിയത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോലീസുകാർ മാറ്റിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുലർച്ചെ 1:30 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. രോഹിണി, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.